ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആറ്റുകാൽ ഉത്സവം നടക്കുക. ഓക്കെ, 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ആറ്റുകാൽ ഉത്സവം നടക്കുന്നതിനോടനുബന്ധിച്ച് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് എല്ലാ കൊല്ലവും വിളക്ക് കെട്ടെന്ന് പറയുന്നൊരിത്, അത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മാത്രമല്ല പല സ്ഥലത്തു നിന്നും ദേവിക്ക് ഒരു നേർച്ചയായിട്ട് പോകുന്നതാണ് വിളക്ക് കെട്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ളത് ഇന്നലെയായിരുന്നു വിളക്കുകെട്ട് മഹോത്സവം. അപ്പോൾ വിളക്കുകെട്ടെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് 3 വിളക്കുകെട്ടാണ് പോകുന്നത്. ദേവിയെ പ്രതിനിധീകരിച്ച് ഉള്ള ഒരു നേർച്ചയാണ് കേട്ടോ അത്. ഇത് ഘോഷയാത്രയായിട്ട് നടന്ന് ക്ഷേത്രത്തിൽ പോകും, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരുപാട് ചെണ്ടമേളവും ഡാൻസ്, പിന്നെ ലൈറ്റ് മേളം, കമ്പക്കെട്ട്, അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പം അത് ഇന്നലെയായിരുന്നു നമ്മുടെ ഇവിടെ നടന്നത്. അപ്പോൾ അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന. കണ്ടില്ലേ കമ്പക്കെട്ട്? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കൊല്ലവും ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഭാവിക്കുട്ടി ആദ്യമായിട്ടാണ് വിളക്കെട്ട് കാണാൻ വേണ്ടി പോകുന്നത്. നമുക്കിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ കമ്പക്കെട്ടും വിളക്കെട്ടും ഒക്കെ കണ്ടു. പക്ഷേ ഈ ചെണ്ടമേളവും ബാൻഡ് മേളമൊക്കെ ഒത്തിരി സൗണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലോട്ട് നിന്നിട്ടാണ് കണ്ടത്, വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ക്ലിയർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വിളക്കെട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ വിളക്കെട്ട് കണ്ടിട്ടുള്ളവരും ഒക്കെ ഇതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് വിളക്കെട്ട്. ഓക്കെ, ഇതേപോലത്തെ 3 ഉണ്ടായിരുന്നു. ഒരെണ്ണം എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാര്യം പിന്നീട് ലൈറ്റും ഒക്കെ കാരണം കൊണ്ട് ക്ലിയർ ആയില്ല എടുത്തത്. അപ്പോൾ 3 വിളക്കെട്ടാണ് ഇന്നലെ ദേവിക്ക് വേണ്ടിയിട്ട് പോയത്. ഓക്കെ, അപ്പോൾ ഇത് ദേവിയെ പ്രതിനിധീകരിച്ചതിനെ പോകുന്ന ഒരു ഇതാണ് കേട്ടോ വിളക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് അറിയാൻ പറ്റൂ ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ വിളക്ക് കെട്ടുക ആൾ കണ്ടിട്ട് ആദ്യമൊക്കെ പേടിച്ചിരുന്നു. അതിൽ ഏറ്റവും വലിയ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാലരമയുടെ ഈ ഇതുണ്ടല്ലോ മായാവി, അതിൻ്റെ ഡാഗിനിയും കുട്ടൂസനും ഒക്കെ വേഷം കെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര കളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് മേളമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ കുട്ടികളെയൊക്കെ വന്ന് അവർ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ രാജു ബാലരമയിൽ അല്ലേ, രാജു നമ്മുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഭാവിക്കുട്ടിയെ രാജുത്തോട് ഷേക്കൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട്. ചില കുട്ടികളൊക്കെ പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് വന്നു. അപ്പോൾ വിളക്കെട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത്